ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. യൂണിറ്റ് 2 കാളിദാസ ആൻഡ് ഓവർവ്യൂ. ഇവിടെ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ എന്തൊക്കെയാണ് യൂണിറ്റ് 2 എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എപ്പിക്സ് രാമായണ ആൻഡ് മഹാഭാരത. അതായത് കാളിദാസ അദ്ദേഹം മഹാഭാരതത്തിൽ നിന്നും അതുപോലെ തന്നെ രാമായണത്തിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം ഒരുപാട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്ലോട്ട്സ് മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആൻഡ് ഹി ഡ്രീവ് മെറ്റീരിയൽസ് ഫ്രം മഹാഭാരത ആൻഡ് രാമായണ. മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ഇത് നോക്കാം. സ്റ്റഡീഡ് ഭരതാസ് നാട്യശാസ്ത്ര. അദ്ദേഹം ഭരതൻ്റെ നാട്യശാസ്ത്ര പഠിച്ചിരുന്നു അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ കാണാൻ സാധിക്കും. നോക്കാം. പ്ലോട്ട്സ് ഓഫ് ഹിസ് പ്ലേസ് ആർ ബേസ്ഡ് ഓൺ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് കിങ്സ്. അദ്ദേഹത്തിൻ്റെ കാളിദാസൻ്റെ പ്ലോട്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ബേസ്ഡ് ഓൺ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് കിങ്സ്. അതായത് രാജാക്കന്മാരുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോറികളാണ് മിക്കവാറും കാളിദാസൻ്റെ പ്ലോട്ടായിട്ട് വരാറുള്ളത്. Works are largely relatable. We identify the pains and joys of his characters. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ഒരുപാട് സെഞ്ച്വറീസ് മുന്നേ എഴുതിയിട്ടുള്ളതാണ്. കാളിദാസൻ്റെ പ്ലേസ് നമ്മളൊന്നും ജീവിക്കുന്ന കാലത്തല്ല, ഒരുപാട് സെഞ്ച്വറീസ് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതിയിട്ടുള്ളതാണ് കാളിദാസൻ. പക്ഷേ അതിപ്പോഴും നമുക്ക് റിലേറ്റബിൾ ആണ്, നമ്മളുടെ ലൈഫുമായിട്ട് ഒരുപാട് റിലേറ്റബിൾ ആണ് കാളിദാസൻ്റെ സ്റ്റോറീസ് എന്ന് പറയുന്നത്. കാരണം വി ഐഡൻറ്റിഫൈ ദ പെയിൻസ് ആൻഡ് ജോയ്സ് ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്ലേസിൽ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെ ക്യാരക്ടേഴ്സിൻ്റെ പെയിൻസും ജോയ്സും നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ബേസിക് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ ഇവിടെ ഇന്നും മനുഷ്യൻ്റെ ബേസിക് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, അതിനാണ് കാളിദാസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്ലോട്ടിൻ്റെ തീം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കാം, അഡ്വഞ്ചേഴ്സ് ഓഫ് കിങ്സ് ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലേസിൽ നമുക്ക് ബേസിക് ഇമോഷൻസ്, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിലുള്ള ബേസിക് ഇമോഷൻസും ഫീലിങ്സും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് കാളിദാസൻ്റെ പ്ലേസ് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നത്. കാരണം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫീലിങ്സിനും ഇമോഷൻസിനും എത്ര സെഞ്ച്വറീസ് കഴിഞ്ഞാലും അതിന് മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ, ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഇന്നും റിലേറ്റബിൾ ആവുന്നത്, അതുപോലെ തന്നെ ടൈം ടെസ്റ്റൊക്കെ പാസ്സാവുന്നത്. ദെൻ നോക്കാം. വർക്ക്സ് സർവൈവ്ഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ബേസിക് ഇമോഷൻസിനും, ഹ്യൂമൻസിൻ്റെ ബേസിക് ഇമോഷൻസിനും ഫീലിങ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ത് ചെയ്യുന്നത്, സർവൈവ്ഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം ടെസ്റ്റ് സർവൈവ് ചെയ്യുന്നത്. ഇത് നോക്കാം. ഋതുസംഹാര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് ഒരുപാട് വർക്ക്സ് ഉണ്ട്. അതിൽ മെയിൻ രണ്ടെണ്ണം നോക്കാം. ഋതുസംഹാര, ദ പോയിറ്റ് ബ്രിങ്സ് ടു ലൈഫ് ഈച്ച് സീസൺ. ഋതുസംഹാര എന്ന് പറയുമ്പോൾ അതിൽ സീസൺസിനെയാണ് പറയുന്നത്. ആ സീസൺസിനെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാണ് കാളിദാസ ഋതുസംഹാര എന്ന് പറയുന്ന കൃതിയിലൂടെ ചെയ്യുന്നത്. ദെൻ മേഘദൂതം, ഇറ്റ്സ് എ മെസ്സഞ്ചർ പോയം. മേഘദൂതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെസ്സഞ്ചർ പോയമാണ്. ദെൻ യക്ഷ persuades a cloud to take his message to his wife. ഇതിലെ മേഘദൂതം മേഘദൂതം എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ യക്ഷ, ഹീസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ പ്ലേ. പോയത്തിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് യക്ഷ. അദ്ദേഹം ക്ലൗഡിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ വൈഫിന്. ക്ലൗഡിലൂടെ, അതായത് മേഘത്തിൻ്റെ ആ ഒരു മേഘമാണ് അവിടെ വരുന്നത്, മീഡിയം ഓഫ് മെസ്സേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മേഘത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്, ക്ലൗഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് യക്ഷ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫിന് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് കാളിദാസയെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഹി ഡ്രീവ് മെറ്റീരിയൽസ് ഫ്രം ദോസ് എപ്പിക്സ്. ദെൻ ഹി സ്റ്റഡീഡ് ഭരതാസ് നാട്യശാസ്ത്ര. ഹി ഫോളോഡ് ഭരതാസ് നാട്യശാസ്ത്ര. Then his plots are based on adventures of kings, but he gave importance to human feelings and emotions. So we can relate his place nowadays also. Then his works survived the test of time. ദെൻ പിന്നെ നമ്മൾ രണ്ട് കൃതികളെ കുറിച്ച് പറഞ്ഞു. ഋതുസംഹാര, അതെന്താണ്, ദ
ദ പോയറ്റ് റിലേറ്റ്സ് ദ സീസൺ ടു ഹ്യൂമൻ ലൈഫുമായിട്ട് പോയറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സീസൺസിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ മേഘദൂതം എന്താണ്, ഇറ്റ്സ് എ മെസ്സഞ്ചർ പോയം. യക്ഷ പെർസ്യൂസ് ദ ക്ലൗഡ് ടു ടേക്ക് ഹിസ് മെസ്സേജ് ടു ഹിസ് വൈഫ്. യക്ഷ അദ്ദേഹത്തിൻ്റെ വൈഫിനുള്ള മെസ്സേജ് എങ്ങനെയാണ്, മേഘത്തിലൂടെ അല്ലെങ്കിൽ ക്ലൗഡിലൂടെയാണ് അദ്ദേഹം ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. ദെൻ ഇനി നമ്മൾ അഭിജ്ഞാന ശാകുന്തളം ആ ഒരു ഡ്രാമയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലെ ഒറിജിനൽ സ്റ്റോറി ഓഫ് ദ എപ്പിക് ഫ്രം ദ മഹാഭാരത, അതായത് മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു എപ്പിക്കിലെ ഒരു ചെറിയൊരു ഭാഗമാണ് എന്ത്, അഭിജ്ഞാന ശാകുന്തളമായിട്ട് കാളിദാസ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒറിജിനൽ സ്റ്റോറി മഹാഭാരതത്തിൽ പറയുന്ന സ്റ്റോറിയും അതുപോലെ തന്നെ കാളിദാസന്റെ സ്റ്റോറിയിലും എന്തുണ്ട്, ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ മഹാഭാരതത്തിൽ എന്താണ് അഭിജ്ഞാന ശാകുന്തളത്തിന്റെ സ്റ്റോറി എന്ന് ആദ്യം നോക്കാം. അപ്പോൾ അതിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് ആര്, ദുഷ്യന്ത. എന്താണ്, ദ ട്രംപറ്റ് കിങ്. അപ്പോൾ ദുഷ്യന്ത എന്താണ്, ഹി വാസ് എ കിങ്, അദ്ദേഹം ഒരു കിങ് ആണ്. ഹി പേഴ്സ്യൂയിങ് എ ഡിയർ എൻറ്റേഴ്സ് ദ ഡെപ്ത് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഒരു കിങ് ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഹണ്ടിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹണ്ടിങ്ങിൻ്റെ സമയത്ത് ഹി പേഴ്സ്യൂയിങ് എ ഡിയർ, അദ്ദേഹം ഒരു ഡിയറിനെ, ഒരു മാനിനെ പേഴ്സ്യൂ ചെയ്തുകൊണ്ട് എന്താണ്, ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് കടക്കുകയാണ്. റീച്ചസ് ദ സാങ്ക്ടം ഓഫ് കണ്വ കശ്യപ. അവിടെ വെച്ച് അദ്ദേഹം എന്താണ്, കണ്വ കശ്യപ മഹർഷിയുടെ ആശ്രമം കാണുന്നുണ്ട്. ദുഷ്യന്ത ഫൈൻഡ്സ് കണ്വാസ് അഡോപ്റ്റഡ് ഡോട്ടർ ശകുന്തള. അവിടെ വെച്ചിട്ടാണ് ദുഷ്യന്തൻ ആരെ കാണുന്നത്, ഇതിലെ ഹീറോയിനായിട്ടുള്ള ഈ ഒരു അഭിജ്ഞാന ശാകുന്തളത്തിലെ ഹീറോയിനായിട്ടുള്ള ശകുന്തളയെ കാണുന്നത്. ശകുന്തള ആരാണ്, ഷി വാസ് ദ അഡോപ്റ്റഡ് ഡോട്ടർ ഓഫ് കണ്വ. അദ്ദേഹത്തിൻ്റെ കണ്വ എന്ന് പറയുന്ന മഹർഷിയുടെ അഡോപ്റ്റഡ് ഡോട്ടറാണ് ശകുന്തള. ഹി ഫെൽ ഇൻ ലവ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഇദ്ദേഹം എന്താണ്, ദുഷ്യന്തൻ ഈ ഒരു ശകുന്തളയുമായിട്ട് പ്രണയത്തിലാവാണ്. ദെൻ ശകുന്തള ഡോട്ടർ ഓഫ് ആൻ അപ്സര മേനക ആൻഡ് ഓസ്റ്റർ അസെറ്റിക് വിശ്വാമിത്ര. ശകുന്തളയുടെ ലീനേജ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഷി വാസ് ദ ഡോട്ടർ ഓഫ് ആൻ അപ്സര മേനക എന്ന് പറയുന്ന അപ്സര സ്ത്രീയുടെയും അതുപോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയുടെയും മകളാണ് ആര്, ഈ ഒരു ശകുന്തള. ദെൻ മേനക അബാൻഡൻസ് ഹെർ ഡോട്ടർ ആൻഡ് ഗോസ് ബാക്ക് ടു ദ റിയലം ഓഫ് ഗോഡ്സ്. അപ്പോൾ ഇവിടെ മേനകയാണ് ആരുടെ മദറായിട്ട് വരുന്നത്, ശകുന്തളയുടെ മദറായിട്ട് വരുന്നത്. ഷിവാസൻ അപ്സര, അദ്ദേഹം ഒരു അപ്സര സ്ത്രീയാണ്. അപ്പോൾ ഈ മേനക പക്ഷേ ഈ ചൈൽഡ് ബർത്തിന് ശേഷം ഈ ഒരു ശകുന്തളയെ ഉപേക്ഷിക്കുകയും അവൾ ഹെവൻലി ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു ഹെവൻലി പ്ലേസിലേക്ക് ഈ മേനക ഈ കുട്ടിയെ അബാൻഡൻ ചെയ്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോവാണ്. കണ്വ ഫൈൻഡ്സ് ദ ചൈൽഡ് ആൻഡ് അഡോപ്റ്റ്സ് ഹെർ. അപ്പോഴാണ് കണ്വ എന്ത് ചെയ്യുന്നത്, കണ്വ മഹർഷി ഈ ഒരു ശകുന്തളയെ കാണുന്നതും അവളെ അഡോപ്റ്റ് ചെയ്യുന്നതും. ദേ എൻ്റർ ഇൻ ടു ഗാന്ധർവ വിവാഹം. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇത്തരം ഈ ഒരു സ്റ്റോറി, ഈ ഒരു ശകുന്തളയുടെ സ്റ്റോറി ശകുന്തള തന്നെയാണ് പിന്നെ ദുഷ്യന്തനോട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം എന്താണ്, ഈ ദുഷ്യന്തൻ മനസ്സിലാക്കുന്നുണ്ട് ഷീ ഈസ് ദ ബെസ്റ്റ് വൈഫ് ഫോർ മീ എന്നുള്ളത്, അതായത് ഇവള് തന്നെയാണ് എനിക്ക് യോജിച്ച വധു എന്ന് ദുഷ്യന്തൻ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ ദേ എൻ്റർ ഇൻ ടു ഗാന്ധർവ വിവാഹ. ഈ ഒരു ഇവരുടെ ഈ ഒരു സംസാരത്തിന് ശേഷം എന്താണ്, ഈ പിന്നെ ദുഷ്യന്തനും അതുപോലെ തന്നെ ശകുന്തളയും ഗാന്ധർവ വിവാഹത്തിൽ ഏർപ്പെടുകയാണ്. അതായത് ഗാന്ധർവ വിവാഹ എന്ന് പറയുന്നത് മാരേജ് ഡൺ ഇൻ സീക്രട്ട്, അതായത് സീക്രട്ട് ആയിട്ട് കഴിക്കുന്ന മാരേജിനെയാണ് എന്ത് പറയുന്നത്, ഗാന്ധർവ വിവാഹ എന്ന് പറയുന്നത്. അതിന് പാരൻസിൻ്റെ ഒന്നും എന്താവശ്യമില്ല, പെർമിഷൻ ആവശ്യമില്ല. അപ്പോൾ ശകുന്തളയും എന്ത് തന്നെയാണ്, ഫെൽ ഇൻ ലവ്, അതായത് ഈ ഒരു ദുഷ്യന്തനുമായിട്ട് ശകുന്തളയും ആ ഒരു ഫസ്റ്റ് സൈറ്റിൽ തന്നെ പ്രണയത്തിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ എന്ത് സമ്മതിക്കുന്നത്, ഈ ഒരു ഗാന്ധർവ വിവാഹത്തിന് സമ്മതിക്കുന്നത്. ദെൻ ശകുന്തലാസ് കണ്ടീഷൻ, ദ സൺ ബോൺ ടു ഹെർ ഷാൾ ബി ദ യങ് കിങ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ഗാന്ധർവ വിവാഹത്തിന് ദുഷ്യന്തൻ ഇവളോട് പറയുന്ന സമയത്ത് ശകുന്തള ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്താണ് ആ കണ്ടീഷൻ, ദ സൺ ബോൺ ടു ഹെർ ഷാൾ ബി ദ യങ് കിങ്, അതായത് ഇദ്ദേഹം കിങ് ആണ് എന്നുള്ളത് ശകുന്തളയ്ക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ശകുന്തള ഈ ഒരു ഗാന്ധർവ വിവാഹത്തിന് ശേഷം ഇവർക്ക് ഈ ഒരു ശകുന്തളയ്ക്ക് ജനിക്കുന്ന പുത്രൻ എന്തായിരിക്കണം, ഇദ്ദേഹത്തിന് ശേഷം വരുന്ന യങ് കിങ് ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശകുന്തള ഗാന്ധർവ വിവാഹത്തിന് സമ്മതിക്കുന്നത്.
ദെൻ ശകുന്തള ഗീവ്സ് ബർത്ത് ടു എ സൺ. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് ഇയർ, ആ ഒരു പിറ്റത്തെ വർഷം ശകുന്തള ഒരു പുത്രന് ജന്മം നൽകുന്നുണ്ട്. ദെൻ കണ്വ ഡിസൈഡ് ടു സെൻഡ് ദിസ് ചൈൽഡ് ടു ദുഷ്യന്താസ് പാലസ് വിത്ത് ശകുന്തള. അപ്പോൾ ഇവിടെ എന്താണ്, കണ്വ മഹർഷി ഇത് മനസ്സിലാക്കുകയാണ്, അതായത് ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിലുള്ള പുത്രനാണ് ഇത് എന്നുള്ളത് കണ്വ മഹർഷി മനസ്സിലാക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഇദ്ദേഹം എന്താണ്, ഈ ഒരു ശകുന്തളയെയും അതുപോലെ തന്നെ ആ ഒരു പുത്രനെയും ദുഷ്യന്തന്റെ പാലസിലേക്ക് അയക്കുന്നുണ്ട്. ദുഷ്യന്ത റെഫ്യൂസസ് ടു അക്നോളജ് ഹിസ് സൺ ആൻഡ് വൈഫ്. അപ്പം അതിനിടയ്ക്ക് എന്താണ്, ഒരു ദുർവാസാവ് മഹർഷിയുടെ എന്ത് വരുന്നുണ്ട്, ഒരു ശാപമൊക്കെ ശകുന്തളയ്ക്ക് കിട്ടുന്നുണ്ട്. കാരണം ശകുന്തള എന്താണ് ഈ ഒരു ദുഷ്യന്തനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്വ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ആര് വരികയാണ്, ദുർവാസാവ് മഹർഷി വരികയാണ്. ദുർവാസാവ് മഹർഷി എന്താണ്, ക്ഷിപ്രകോപിയാണ്. പെട്ടെന്ന് അദ്ദേഹം എന്താണ് കോപിക്കും. അപ്പോൾ ആ ഇദ്ദേഹം ദുർവാസാവ് മഹർഷിയെ ശകുന്തള കാണുന്നില്ല. അതോടുകൂടിയിട്ട് ഇദ്ദേഹം എന്താണ്, ശകുന്തളയെ കേഴ്സ് ചെയ്യാണ്, അതായത് ശപിക്കുകയാണ്. കാരണം എന്താണ്, നീ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് അദ്ദേഹം ശപിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശാപത്തിൽ നിന്നൊക്കെ എന്താണ്, ശാപത്തിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ അദ്ദേഹം നിനക്ക് തന്നിട്ടുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് എന്തെങ്കിലും തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഈ ശാപത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് അടുത്ത യൂണിറ്റിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ്, ദുഷ്യന്ത റെഫ്യൂസസ് ടു അക്നോളജ് ഹിസ് സൺ ആൻഡ് വൈഫ്. ഈ കണ്വ മഹർഷി ദുഷ്യന്തന്റെ പാലസിലേക്ക് ശകുന്തളയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രനെയും അയക്കുന്ന സമയത്ത് ദുഷ്യന്തൻ എന്താണ്, ഹി റെഫ്യൂസസ് ടു അക്നോളജ് ഹിസ് സൺ ആൻഡ് വൈഫ്. അദ്ദേഹത്തിന്റെ ഭാര്യയെയും അതുപോലെ തന്നെ മകനെയും അദ്ദേഹം റെഫ്യൂസ് ചെയ്യാണ്. കാരണം അദ്ദേഹത്തിന് ഓർമ്മ കിട്ടുന്നില്ല, ദുർവാസ മഹർഷിയുടെ ആ ഒരു ശാപം കാരണം ഇദ്ദേഹത്തിന് ഓർമ്മ കിട്ടുന്നില്ല. ശകുന്തളയുടെ കയ്യിൽ നിന്ന് ആ ഒരു റിങ്, അതായത് ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ദുഷ്യന്തൻ കൊടുത്തിട്ടുള്ള ആ ഒരു റിങ് ശകുന്തളയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദെൻ ശകുന്തള വാൺസ് ദുഷ്യന്ത ആൻഡ് ഡിപ്പാർട്സ്. അപ്പോൾ ഇവിടെ ദുഷ്യന്തൻ എന്താണ്, ശകുന്തളയെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്, ആ ഒരു പാലസിൽ വെച്ചിട്ട് ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ആ ശകുന്തള എന്താണ്, ഈ ഒരു ദുഷ്യന്തനെ വാൺ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നും തിരിച്ചു പോകുന്നത്. അതായത് ഇത് നിന്റെ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ശകുന്തള ദുഷ്യന്തനോട് വേറൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. Then a celestial voice warns Dushanta on his wrong deeds. അപ്പോൾ ഇവിടെ ശകുന്തളയുടെ ഡിപ്പാർട്സിന് ശേഷം, ശകുന്തള അവിടെ നിന്നും പോയതിനു ശേഷം ഒരു സെലസ്ട്രിയൽ വോയിസ്, അതായത് ഒരു സ്വർഗീയമായിട്ടുള്ളൊരു ശബ്ദം, ഒരു സെലസ്ട്രിയൽ വോയിസ് ദുഷ്യന്തനെ എന്ത് ചെയ്യാണ്, വാൺ ചെയ്യാണ്. അതായത് നീ ഇപ്പം ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് ഒക്കെ വരുന്നുണ്ട്. ദുഷ്യന്ത ആക്സെപ്റ്റ്സ് ഹിസ് സൺ ആൻഡ് ബ്രിങ്സ് ദം ബോത്ത് ടു ദ കോർട്ട്. അപ്പോൾ ഈ ഒരു സെലസ്ട്രിയൽ വോയിസ് കേൾക്കുന്നതോട് കൂടിയിട്ട് ദുഷ്യന്തൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ മകനെയും അതുപോലെ തന്നെ ഭാര്യയെയും ആക്സെപ്റ്റ് ചെയ്യുകയും അവരെ പാലസിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്, മഹാഭാരതത്തിൽ ഈ ഒരു ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും സ്റ്റോറി ആയിട്ട് പറയുന്നത്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് കാളിദാസന്റെ പ്ലേയിൽ എന്താണ് സ്റ്റോറി എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇൻ ദ മഹാഭാരത ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ഇൻ ആൻ എപ്പിക് ഫാഷൻ. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതായത് മഹാഭാരതത്തിലുള്ള ഈ ഒരു ശകുന്തളയുടെയും അതുപോലെ തന്നെ ദുഷ്യന്തൻ്റെയും സ്റ്റോറിയും അതുപോലെ തന്നെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ സ്റ്റോറിയും തമ്മിൽ എന്താണ്, ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പം അതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ ദ മഹാഭാരത ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ഇൻ ആൻ എപ്പിക് ഫാഷൻ. അതായത് മഹാഭാരതത്തിൽ ഒരു എപ്പിക് ഫാഷൻ ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്ലേയിലാണെങ്കിലോ ഒരു നാടകത്തിലാണെങ്കിലും എന്താണ്, ദ പ്ലോട്ട് ഈസ് ലെയ്ഡ് ഔട്ട് ഫോർ യൂസ്ഡ് ഓൺ ദി സ്റ്റേജ്. ഒരു നാടകത്തിലാണെങ്കിൽ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന നാടകത്തിൽ എന്താണ്, അത് പ്ലോട്ടുകളായിട്ട്, അതായത് അത് സ്റ്റേജിൽ കാണിക്കാൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീനുകളായിട്ടും ആക്ടുകളായിട്ടും ഒക്കെയാണ് ഇദ്ദേഹം കാളിദാസൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഭിജ്ഞാന ശാകുന്തളം എഴുതുന്നത്. മഹാഭാരതത്തിൽ എന്താണ്, എപ്പിക് ഫാഷൻ ആയിട്ടാണെങ്കിൽ ഈ ഒരു പ്ലേയിൽ, അതായത് നാടകത്തിൽ എന്താണ്, അത് സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെർഫോം ചെയ്യാനുള്ള രീതിയിൽ ഇതാണ് കാളിദാസൻ എഴുതിയിട്ടുള്ളത്. ദാറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ടെല്ലിംഗ് ആൻഡ് ഷോയിങ്. അതായത് ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, മഹാഭാരതത്തിൽ അത് ടെല്ലിംഗ് ആണ്, നരേറ്റീവ് ആണ്. പക്ഷെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന ഡ്രാമയിൽ എന്താണ്, ഇറ്റ്സ് ഷോവിങ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്.
ദെൻ ഇൻ ദ പ്ലേ ശകുന്തള ഈസ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി. ഈ ഒരു നാടകത്തിൽ, അതായത് കാളിദാസന്റെ കൃതിയിൽ അഭിജ്ഞാന ശാകുന്തളത്തിൽ എന്താണ്, ശകുന്തള ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഓർ ദ ഹീറോ ഓഫ് ദ സ്റ്റോറി. ശകുന്തളയെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ ഒരു സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ശകുന്തളയാണ് അതിലെ മെയിൻ ക്യാരക്ടറായിട്ട് പറയുന്നത്. പക്ഷേ മഹാഭാരതത്തിൽ എന്താണ്, ദ സെക്ഷൻ ഓഫ് ശകുന്തള കംസ് അണ്ടർ ദ ഹെഡ്സ് ഓഫ് ദ ഒറിജിൻ. അതായത് ശകുന്തളയെ മഹാഭാരതത്തിൽ എന്തായിട്ടാണ് ഒരു ഒറിജിൻ ആയിട്ട്, ഹെഡ്സ് ഓഫ് ദ ഒറിജിൻ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹെഡിന് താഴെയായിട്ടാണ് ശകുന്തളയെ വിവരിക്കുന്നത്. ശകുന്തളയ്ക്ക് ജനിക്കുന്ന പുത്രൻ, അതായത് ശകുന്തളയ്ക്കും ദുഷ്യന്തനും ജനിക്കുന്ന പുത്രനാണ് ഭരതൻ. അപ്പോൾ ആ ഒരു ഭരതനിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ മഹാഭാരതം സ്റ്റോറിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, ടെല്ലിങ്ങും ഷോവിങ്ങും. അതായത് മഹാഭാരതത്തിൽ നരേറ്റീവ് സ്റ്റോറി ആണെങ്കിൽ ഇവിടെ ഈ ഒരു അഭിജ്ഞാന ശാകുന്തളത്തിൽ എന്താണ്, ഇറ്റ്സ് ഫോർ ദ സ്റ്റേജ് പെർഫോമൻസ്, ഷോവിങ്ങിനാണ്. ദെൻ മഹാഭാരതത്തിലെ ശകുന്തളയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അവിടെ കിങ്ങിനാണ്, അവിടുത്തെ രാജാവിനാണ് ദുഷ്യന്തൻ എന്ന് പറയുന്ന ഇവളുടെ ഭർത്താവിനും അതുപോലെ തന്നെ ഭരതൻ എന്ന് പറയുന്ന ഇവളുടെ മകനായിട്ടുള്ള കിങ്ങിനും എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്, ശകുന്തളയ്ക്കാണ്. അപ്പോൾ ഇത്രയുമാണ് അഭിജ്ഞാന ശാകുന്തള സ്റ്റോറി ഓഫ് ശകുന്തള മഹാഭാരതത്തിലെ ശകുന്തളയുടെ സ്റ്റോറി ആയിട്ട് പറയുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഭരതാസ് നാട്യശാസ്ത്ര. ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. നാട്യശാസ്ത്ര ഈസ് നോൺ ആസ് ദ പോയറ്റിക്സ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ പോയറ്റിക്സ് ഓഫ് ഡ്രാമ എന്നാണ് എന്തറിയപ്പെടുന്നത്, നാട്യശാസ്ത്ര അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത് പോയറ്റിക്സ് ഓഫ് ഡ്രാമ എന്ന് അറിയപ്പെടുന്നത് നോക്കാം. ഔട്ട്ലൈൻ ദ എയിം, പർപ്പസ് ആൻഡ് റോൾ ഓഫ് ഡ്രാമ ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ എന്താണ്, ഡ്രാമയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഡ്രാമയുടെ റോള്, എയിം, പർപ്പസ് ഇതൊക്കെ എന്താണ് ഈ ഒരു നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നാട്യശാസ്ത്ര ഇസ് ദ പോയറ്റിക്സ് ഓഫ് ഡ്രാമ എന്ന് അറിയപ്പെടുന്നത്. ദെൻ നോക്കാം, ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ഓൺ ദ തിയറി ഓഫ് ഡ്രാമ. ഡ്രാമയുടെ തിയറിയിൽ വരുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഡ്രാമയുടെ തിയറിയെക്കുറിച്ച് പറയുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് നാട്യശാസ്ത്ര. ദെൻ ഭരത ടേംഡ് ഇറ്റ് ദ ഫിഫ്ത്ത് വേദ. ഭരത ഇതിനെ എന്താണ്, ഫിഫ്ത്ത് വേദ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ക്രിസ്റ്റലൈസ്ഡ് നോളജ് ഓഫ് സുപ്രീം ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രാമാസ്. അതായത് വേദാസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്കറിയാം അല്ലേ, 4 വേദാസ് ഉണ്ട്. അപ്പം അതിൽ ഈ വേദാസിൻ്റെ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഇമ്പാർട്ട്സ് ദ ക്രിസ്റ്റലൈസ്ഡ് നോളജ്. അതായത് ഏതൊരു വേദമാണെങ്കിലും ഈ 4 വേദങ്ങളും എന്താണ്, ക്രിസ്റ്റലൈസ്ഡ് നോളജ് ആണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നാട്യശാസ്ത്രത്തെ വേദ എന്ന് ഭരതമുനി പറയാൻ കാരണം എന്താണ്, ഇറ്റ് ഇമ്പാർട്ട്സ് ക്രിസ്റ്റലൈസ്ഡ് നോളജ് ഓഫ് സുപ്രീം ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള നോളജ് എന്ത് തരുന്നുണ്ട്, ഈ ഒരു നാട്യശാസ്ത്രം തരുന്നുണ്ട്. അതുകൊണ്ടാണ് നാട്യശാസ്ത്രത്തെ എന്തായിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഫിഫ്ത്ത് വേദ എന്ന് ഭരതമുനി ടേം ചെയ്യുന്നത്. ദെൻ നോക്കാം, ആൻ എസെൻഷ്യൽ സോഴ്സ് ഓഫ് ലേണിംഗ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ലേണിങ്ങിൽ, പഠനത്തിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് എന്തിനുണ്ട്, നാട്യശാസ്ത്രത്തിന് ഉണ്ട്. ദെൻ ഡ്രാമ ബ്രിങ് പീപ്പിൾ ഓൺ ദ പാത്ത് ഓഫ് ധർമ്മ ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ടു ദം. അപ്പോൾ ഇവിടെ ഭരതമുനി പറയുന്നത് ഈ ഒരു നാടകത്തിന് അല്ലെങ്കിൽ ഡ്രാമയ്ക്ക് ഒരു ഒരു കഴിവുണ്ട്. അതായത് ഈ ഒരു ഡ്രാമയ്ക്ക് എന്തിനു ചെയ്യാൻ കഴിയും, ടു ബ്രിങ് പീപ്പിൾ ഓൺ ദ പാത്ത് ഓഫ് ധർമ്മ. അപ്പോൾ ആളുകളെ ധർമ്മത്തിൻ്റെ പാത്തിലേക്ക്, ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ എന്തിന് സാധിക്കുന്നുണ്ട്, ഡ്രാമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ടു ദം. അതുപോലെ തന്നെ ആളുകൾക്ക് ഗൈഡൻസ് നൽകാനും അവരെ ഈ ഒരു ധർമ്മത്തിൻ്റെ പാത്തിലേക്ക്, വഴിയിലേക്ക് കൊണ്ടുവരാനും എന്തിന് സാധിക്കും, ഈ ഒരു ഡ്രാമയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഡ്രാമയെ എന്തായിട്ട് പറയുന്നത്, എസെൻഷ്യൽ സോഴ്സ് ഓഫ് നോളജ് എന്ന് ഭരതമുനി പറയുന്നത്. ദെൻ ദ ഫിഫ്ത്ത് വേദ ക്യാൻ ബി റീഡ് ബൈ എനിവൺ. അപ്പോൾ ഈ ഒരു 4 വേദങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഭരതമുനി പറയുന്ന ഈ ഒരു ഫിഫ്ത്ത് വേദത്തിന് ഉണ്ട്. എന്താണ്, ആസ് ദ 4 വേദാസ് ആർ ഡിനൈഡ് ടു വിമൻ ആൻഡ് ശൂദ്രാസ്. അതായത് ഈ ഒരു ഫിഫ്ത്ത് വേദ എന്ത് ചെയ്യാൻ സാധിക്കും, ഇറ്റ് ക്യാൻ ബി റീഡ് ബൈ എനിവൺ, ആർക്കും വായിക്കാം എന്നുള്ളതാണ്. 4 വേദങ്ങൾക്ക്
4 വേദങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇറ്റ് വാസ് ഡിനൈഡ് ടു വിമൻ ആൻഡ് ശൂദ്രാസ്, അതായത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ ശൂദ്രരായിട്ടുള്ള ആളുകൾക്കും ഈ 4 വേദങ്ങൾ കേൾക്കാനോ പഠിക്കാനോ ഉള്ള അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ 5th വേദ, അതായത് ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്താണ്? ഇറ്റ് ക്യാൻ ബി ലേൺഡ് ബൈ എനി വൺ, ആർക്കും എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഈ ഒരു 5th വേദ പഠിക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്ര he termed it as the 5th Veda. അദ്ദേഹം അതിനെ 5th Veda എന്നാണ് ടേം ചെയ്യുന്നത്. and it can be read by anyone, അത് ആർക്ക് വേണമെങ്കിലും വായിക്കാം. as the 4 Vedas were denied to women and children, 4 വേദങ്ങളും എന്താണ്? സ്ത്രീകൾക്കും അതുപോലെ തന്നെ women and Shudras, സ്ത്രീകൾക്കും അതുപോലെ തന്നെ ശൂദ്രർക്കും എന്താണ്? അത് വായിക്കാനോ പഠിക്കാനോ കേൾക്കാനോ ഉള്ള ഒരു അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല. then provides 10 different types of dramatic representations. അപ്പോൾ ഇവിടെ ഈ ഒരു നാട്യശാസ്ത്രം എന്താണ്? 10 type of dramatic representationsനെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ ലെങ്ത് ഓഫ് ദ പ്ലേ, ആ ഒരു നാടകത്തിൻ്റെ ലെങ്ത്തിനെ കുറിച്ച്, തീമിനെ കുറിച്ച്, പ്ലോട്ടിനെ കുറിച്ച്, ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ, ഒരു ഡ്രാമയിൽ എസെൻഷ്യൽ ആയിട്ട് എന്തെല്ലാം വേണോ അതിനെല്ലാം കുറിച്ചിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു നോളജ് നാട്യശാസ്ത്രം നമുക്ക് നൽകുന്നുണ്ട്. then provides 8 രസാസ്, അതുപോലെ തന്നെ നാട്യശാസ്ത്രം 8 രസങ്ങളെ കുറിച്ചിട്ട്, 8 രസാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 8 രസാസ്? ശൃംഗാര, ഹാസ്യം, രൗദ്ര, കരുണ, വീർ, അദ്ഭുത്, വിഭത്സ ആൻഡ് ഭയാനക്. ഇങ്ങനെ 8 രസങ്ങൾ, 8 രസാസിനെ കുറിച്ചിട്ടാണ് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പം അതിൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഈ ഒരു 8 രസാസിൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള രസ എന്ന് പറയുന്നത് ഇറ്റ്സ് ശൃംഗാർ രസമാണ്. ഈ ഒരു ശൃംഗാർ രസയാണ് ഈ ഒരു 8 രസാസിൽ ഏറ്റവും സുപ്രീം ആയിട്ട് ഭരതമുനി പറയുന്നത്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ രസ ഓഫ് പ്ലഷർ ആൻഡ് ബ്യൂട്ടി, പ്ലഷറിൻ്റെയും അതുപോലെ തന്നെ ബ്യൂട്ടിയുടെയും രസം ആണ് ഈ ഒരു ശൃംഗാർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് ദ സുപ്രീം ഓഫ് 8 രസാസ്. അതുകൊണ്ടാണ് ശൃംഗാർ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഈ ഒരു സുപ്രീം രസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. then these rasas are considered fundamental to the